ആത്മഹത്യകളിൽ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുമ്പോഴും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിവരാവകാശ പ്രകാരം പത്തനംതിട്ട പോലീസിൽ നിന്ന് ലഭിച്ച കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. സ്ത്രീകളെ അപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം എല്ലാ വർഷവും വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ പറയുന്നത്. ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 2021 316 പേർ ആത്മഹത്യ ചെയ്തതിൽ 270 പുരുഷന്മാർ. 2022 327 പുരുഷന്മാരും 70 സ്ത്രീകളും ആത്മഹത്യ ചെയ്തു. 323 പുരുഷന്മാർ 2023 313 പുരുഷന്മാർ 2024 ആത്മഹത്യ ചെയ്തു. എല്ലാ വർഷവും 80% മുകളിൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ്. പല കാരണങ്ങളും പുരുഷന്മാരുടെ ആത്മഹത്യയ്ക്ക് പിന്നിലുണ്ടെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. നിലനിൽക്കുന്ന കുടുംബഘടനയിൽ കുടുംബത്തിനുമേൽ പുരുഷന് കൂടുതൽ ഉത്തരവാദിത്വം വരുന്നു. ഇത് കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു. വീടുകളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, കടക്കണി എന്നിവ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരെയാണ് പെട്ടെന്ന് ബാധിക്കാറുള്ളതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇവയ്ക്കെല്ലാം പുറമെയാണ് ലഹരിയുടെ ഉപയോഗം. ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നതും ലഹരിയുടെ ഇരകളായി മാറുന്നതും കൂടുതലും പുരുഷന്മാർ തന്നെയാണ്. നിരന്തരമായ ലഹരി ഉപയോഗം വിഷാദരോഗത്തിലേക്കും ക്രമേണ ആത്മഹത്യയിലേക്കും നയിക്കുന്നതായും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡി സാഗർ പറയുന്നു. അനേകം പുരുഷന്മാർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആത്മഹത്യാ ശ്രമം നടത്തുന്നത് മദ്യപിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കാം. ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ചിന്താശേഷിയെ അത് പ്രതികൂലമായി ബാധിക്കുന്നു, ജഡ്ജ്മെൻറ്റിനെ ബാധിക്കുന്നു. വരുംവരായകളെക്കുറിച്ച് ചിന്തിക്കാതെ, വേണ്ടത്ര ആലോചിക്കാതെ ആ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം ആത്മഹത്യാ ചിന്തയും പ്രവണതയും വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ വിഷാദരോഗം കണ്ടെത്തുന്നത് സ്ത്രീകളിലാണ്. എന്നാൽ ഈ അവസ്ഥ മൂലം ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരും. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ വിഷാദരോഗം പുറത്തു പറയുകയോ ചികിത്സിക്കുകയോ ചെയ്യുന്നില്ല. ഇത് കാലക്രമേണ രോഗം ഗുരുതരമാകുന്നതിനും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിനും കാരണമാകും. ഏറ്റവും പ്രധാനമായ പ്രശ്നം വിഷാദ രോഗമാണ്. തിരിച്ചറിയപ്പെടാതെ പോകുന്ന വിഷാദ രോഗമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നം. ആഗോളതലത്തിൽ തന്നെ അതാണ് സ്ഥിതി. ഇപ്പോൾ വിഷാദ അവസ്ഥ, മാനസികമായ അവസ്ഥ ഒരു വ്യക്തിക്ക് കണ്ടാൽ അത് രോഗമാണെന്ന് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. സമൂഹത്തിൽ നിന്ന് നേരിടുന്ന കടുത്ത അവഗണനകൾ, തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ, കുടുംബത്തിൽ നിന്ന് നേരിടുന്ന സമ്മർദ്ദം എന്നിവ മൂലം ആത്മഹത്യ ചെയ്യുന്ന ഭിന്നലിംഗക്കാരുടെ എണ്ണവും ചെറുതല്ല. ചെറുതും വലുതുമായ നിരവധി കാരണങ്ങൾ ആത്മഹത്യയ്ക്ക് പിന്നിലുണ്ട്. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ കൗൺസിലിംഗ് സേവനം ലഭ്യമാണ്. 1416 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ടെലിമനസ് എന്ന പേരിലാണ് സേവനം ലഭ്യമാവുക. പുരുഷന്മാരിൽ എന്തുകൊണ്ട് ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു എന്നത് പഠന വിഷയമാക്കേണ്ട കാര്യമെന്നാണ് സംസാരിച്ച മുഴുവൻ മാനസികാരോഗ്യ വിദഗ്ധരും പറയുന്നത്. ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മാനസികാരോഗ്യവും. മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നെങ്കിൽ അത് തുറന്നു പറയുക, ചികിത്സിക്കുക. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.